അവിടുന്ന് തൃത്വം എന്ന് പറയുന്നത് തൃത്വം സ്നേഹത്തിന്റെ കൂട്ടായ്മ എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. അങ്ങനെയെങ്കിൽ ഇന്ന് വായിച്ച വേദഭാഗത്തിൽ ഏതെങ്കിലും വായിച്ചെടുത്ത് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. 1-ാം പാഠം വായിച്ച ഭാഗത്ത് 6-ാമത്തെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും നിങ്ങൾ സ്നേഹിക്കണം. ഇനി ശ്ലീഹ വായിച്ചപ്പോൾ റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിച്ചു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നല്ല പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഉപയോഗിക്കുന്നു. ഒരു നിമിഷം പരിശുദ്ധനായ കർത്താവേ, അടിയന് 30 നിമിഷം പ്രതിസന്ധിയിൽ നിൽക്കട്ടെ. അടിയന് മാനുഷികമായി ഒന്നും പറയാനില്ല. ഉന്നതത്തുന്ന ജീവന്റെ വചനമാകുന്ന 47 നാവിൽ പറയണം. വായന നിർവ്വാനും ദൈവം സഹായിക്കണം. തമ്പുരാന്റെ മനോഭാരത്തോടെ വേദനയോടെ ആരെങ്കിലും ഈ പടികളെ വന്നിട്ടുണ്ട്. കനാമി സ്ത്രീക്ക് കൊടുത്തയച്ച അപ്പ കഷ്ണം പോലെ ജീവന്റെ വചനമാകുന്ന അപ്പത്തെ കൊടുത്ത് പിതാവ് ബലത്തോടെ പറഞ്ഞേക്കണം. കടന്നു വന്ന മക്കളെ എല്ലാം ആസ്വദിക്കണം. ഇവരൊക്കെ നിരത്തിൽ ഒഴുകുന്ന നിങ്ങളുടെ ബഹുമാനങ്ങളുടെ അച്ഛന്മാർക്കായി സ്വാഗതം. തന്റെ മക്കളുടെ ശുശ്രൂഷ ദേശത്തെ ഏറ്റവും അനുഗ്രഹമാക്കി കൊടുക്കണം. മഹത്വം പ്രതിനിധിയാണ് പ്രാർത്ഥന കേട്ടതിനായി സ്വാഗതം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തൃത്വം സ്നേഹത്തിന്റെ കൂട്ടായ്മ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. വേദപുസ്തകത്തിൽ യോഹന്നാൻ സുവിശേഷം 1 യോഹന്നാൻ അതിന്റെ 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നത് ദൈവം സ്നേഹമാവുന്നു. അങ്ങനെയെങ്കിൽ ഈ സ്നേഹമായിരിക്കുന്ന ദൈവത്തിന്റെ ഉള്ള കൂട്ടായ്മ എങ്ങനെയുണ്ട് എന്ന് നമുക്കറിയാം. തിരുവനന്തപുരം അച്ഛൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളൊക്കെ കുറവാണ്. ദൈവത്തോട് കൂട്ടായ്മ, ദൈവത്തോടുള്ള സ്നേഹമുണ്ടെങ്കിൽ ആ കൂട്ടായ്മ എല്ലാവരും കടന്നു വരും. ദൈവസ്നേഹമാണ് ബന്ധത്തെ ഉറപ്പിക്കുന്നത്. ദൈവസ്നേഹമാണ് കൂട്ടായ്മയെ ഉറപ്പിക്കുന്നത്. ദൈവസ്നേഹത്തിൽ കൂട്ടായ്മയിലൂടെ ദൈവ സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് അവിടുന്ന് കൂട്ടായ്മ ശക്തിപ്പെടുത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ്. എന്തുകൊണ്ടാണ് ബന്ധം തകരുന്നത്? ദൈവസ്നേഹം നിന്ന് മനുഷ്യരില്ലാതെ പോയിരിക്കും. ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-3 വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ അവിടുന്ന് കേട്ടതും കണ്ടതുമായ കാര്യം നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവരുടെ പുത്രനായ ക്രിസ്തുവിനോടും അത്രയും. പ്രിയപ്പെട്ടവരെ, എങ്ങനെയുണ്ട് ദൈവത്തോടുള്ള കൂട്ടായ്മ? എങ്ങനെയുണ്ട് ദൈവത്തിന്റെ സ്നേഹം നാം വെളിപ്പെടുത്തുന്നത്? ഭൂമിയിൽ ദൈവസ്നേഹം വെളിപ്പെടുത്തണമെന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ 10 കൽപ്പനയാണ് പറയുന്നത്. യേശു തമ്പുരാൻ വന്നപ്പോൾ നമുക്ക് പുതിയൊരു കൽപ്പന. ആ കൽപ്പനയാണ് യോഹന്നാൻ സുവിശേഷം അവിടുന്ന് 13-ാം അധ്യായം 34-ാമത്തെ വാക്യം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുകയും എന്ന ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. എന്നിട്ട് അടുത്ത വാക്യം സ്റ്റോപ്പിട്ടില്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ ഓർക്കണം, പുതിയൊരു കൽപ്പന ഇതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ ഒറ്റ വാക്യം പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം നാം ഭൂമിയിൽ വെളിപ്പെടുത്തണം. ഇനി ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവം എങ്ങനെ സ്നേഹിച്ചു എന്ന റോമാലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 6, 8, 10 വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, നാം ബലഹീനനായിരുന്നു, നാം അഭക്തനായിരുന്നു, നാം പാപിയായിരുന്നു, നാം ശത്രുവായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാഠത്തിൽ ഇതായിരുന്നു വേദപുസ്തകം പറയുന്നത്. എന്നാൽ നിങ്ങൾ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ തന്റെ പുത്രനെ നമുക്ക് തന്ന് ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഇനി ദൈവം എങ്ങനെയാണ് പുത്രനെ തന്നത്? നാം പാപം ചെയ്ത് നിത്യ നരകത്തിന്റെ കുറവുകയാണ് തീരേണ്ട സ്ഥാനത്ത് ദൈവം തന്റെ പൊന്നോമന പുത്രനെ നമുക്ക് തന്നവന്റെ കാൽവരിയിലെ രക്തം മുഴുവനും നാം ഊറ്റി തന്ന് അവന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ 1-ാമത്തെ പ്രത്യേകത അത് കൊടുക്കുന്ന സ്നേഹമായിരിക്കും. ചിലർ വാങ്ങും കൊടുക്കാറുണ്ട്, എന്നാൽ കൊടുത്ത് സ്നേഹിക്കണം. ദൈവത്തിന് കൊടുക്കാറുണ്ടോ? ദൈവത്തെ നമ്മൾ ഒത്തിരി ഉണ്ടാക്കുന്നു, നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നു. എന്നാൽ
ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ദൈവ സ്നേഹത്തിൽ നാം കൊടുക്കുന്നുണ്ടോ? നമ്മളങ്ങനെ ചെല്ലുമ്പോൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കും. അതായത് സിംഹാസനത്തിൽ മത്തായി സുവിശേഷം 25:30 വായിക്കുമ്പോൾ സിംഹാസനത്തിൽ നമ്മുടെ കർത്താവ് ഇരിക്കുമ്പോൾ ഇടത്തും വലത്തും ചേർത്തിട്ട് ഇതാ ഉൾക്കൂട്ടരോട് പറയുന്നു, ഇതാ ഞാൻ അതാ അവിടുന്ന് വെള്ളമില്ല കാണിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നില്ല. ഇനി ഉൾക്കൂട്ടരോട് പറയും, ഞാൻ കാണിച്ചു, നിങ്ങൾ വെള്ളം തന്നു. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ ആഹാരം തന്നു. ഇതാ ഞാൻ ജയിലായിരുന്നു, ഞാൻ വന്നു, നിങ്ങൾ എന്നെ കണ്ടു ആശ്വസിപ്പിച്ചു. അപ്പോഴത്തേക്ക് കർത്താവെ എന്നെ എപ്പോഴാണ് ഇങ്ങനെ കണ്ടത്? അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിന്നിൽ ഏഴുവരെ ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മുടെ സഭയിൽ നിന്ന് വടകരയിലൊക്കെ അനേകം പോയിട്ടുണ്ട്. ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ നമുക്ക് തന്നതിൽ നിന്ന് ഒരു ആവശ്യമെടുത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവ മക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് യേശുവരെ പറയുന്നു, ആരും അയക്കാതെ എങ്ങനെ പോകും? അങ്ങനെ പോകാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാത്തവരിൽ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന് കൊടുക്കണം. രണ്ടാമത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? എഫേസ്യ ലേഖനം 2-ാം 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്താൽ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ അവൻ വിടുവിച്ചു. ദൈവത്തിന്റെ മഹാസ്നേഹം. എന്താണ് മഹാസ്നേഹം? പട്ടം പറയാൻ മക്കളെ, മഹാസ്നേഹം നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. വലിയ സ്നേഹമാണ്. ഫ്ലോ വേണം, ഫ്ലോ. മഹാപർവ്വതം, മഹാസമുദ്രം അപ്പോൾ മനസ്സിലാവുകയാണ്. മഹാസ്നേഹം എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാതെ സ്നേഹിക്കുക. ദൈവം പറയുന്നത് നിങ്ങൾ അതിരുകളില്ലാതെ സ്നേഹിക്കണം. മൂന്നാമത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് അപ്പോസ്തലപ്രവൃത്തി 10:34 പറയുന്നു, ദൈവത്തിന്റെ മുഖപക്ഷമില്ല. നമ്മളോ മുഖപക്ഷം കാണിക്കണം. നമ്മൾ പലരെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ മുഖം നോക്കിയാണ് സ്നേഹിക്കുന്നത്. ദൈവം പറയുന്നത് നിങ്ങൾ മുഖപക്ഷമില്ലാതെ സ്നേഹിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള കൂട്ടായ്മ കൂടുന്നവന് മാത്രമേ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹം വെളിപ്പെടുത്തണം. ദൈവസ്നേഹം വെളിപ്പെടുത്തി വേദപുസ്തകത്തിൽ നമുക്കറിയാം, സ്നേഹത്തിന്റെ ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെ വാക്യം. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവിടുന്ന് നിങ്ങൾ ദൂതന്മാരുടെയും മനുഷ്യരുടെയും ഭാഷയിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് സ്നേഹമില്ലായിരിക്കും എവിടെയുള്ള ചിലപ്പോൾ കേൾക്കാമോ? എന്നിട്ട് പിന്നെ പറയുകയാണ്, നിങ്ങളുടെ ശരീരം ചൂടുവാൻ ഏൽപ്പിച്ചാലും നിങ്ങൾക്ക് പ്രവചനമായി ഉണ്ടായാലും ഈ മലയോട് മാറി അപ്പുറത്തോട്ട് പോകാൻ പറഞ്ഞാലും വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഏതുമില്ല. അവസാന വാക്യം 13-ാം വാക്യം പറയുന്നു, ആകെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയിൽ വലുതോ സ്നേഹം. അപ്പോൾ നോക്കുകയാണ്, മനുഷ്യൻ ദൈവ പൈതൽ വേണ്ടുന്ന 3 മുഖമുദ്രയാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ വലുത് സ്നേഹം. തൊട്ട് പറയും പ്രത്യാശ, ഏറ്റവും പറയും വിശ്വാസം. പിന്നെ എവിടെ ചെല്ലാനും ചോദ്യമാണ്, വിശ്വാസിയാണോ, വിശ്വാസിയാണോ, വിശ്വാസിയാണോ? ഇന്ന് വിശ്വാസികൾ പെരുത്തിരിക്കുക. പക്ഷേ ഈ ലാസ്റ്റിലുള്ള സാധനം തൊട്ട് ധരിച്ചിട്ടില്ല. ദൈവത്തിലെ നമുക്ക് ദൈവത്തിന്റെ സ്നേഹമാണ് വേണ്ടത്. ദൈവസ്നേഹം വെളിപ്പെടുത്തി ഓരോരാളെയും കാണിച്ചത് മാത്രം സാധിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ 11-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു. എല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ചു. എന്നാൽ ദൈവം വിളി കേട്ട് ഇറങ്ങി തിരിച്ച് അബ്രഹാം 13-ാമത്തെ അധ്യായത്തിൽ വലിയ സമ്പന്നനായി. എന്നാൽ അബ്രഹാമിനോട് ഒരാളോട് ഇറങ്ങി തിരിച്ചു, അവന്റെ പേരാണ് ലോത്ത്. എന്നാൽ ഇറങ്ങി തിരിച്ച ലോത്തും സമ്പന്നനാണ്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, ദേശക്കാരെ വഹിച്ചുകൂടാന്ന് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഒന്നിച്ച് പാർക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സഹോദര പുത്രനും സഹോദരൻ ഇറങ്ങിത്തിരിച്ചു വലിയ സന്തോഷത്തോടെ ഒന്നിച്ച് ഇറങ്ങിത്തിരിച്ചു. പക്ഷെങ്കിൽ സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒന്നിച്ച് പാർക്കാൻ കഴിഞ്ഞില്ല. ഇന്നും അത് തന്നെയാണ് ജോലികൾ. എന്താണ്? നമ്മുടെ എൻ്റെ അമ്മച്ചിക്ക് 8 മക്കളാണ്. 50 വർഷം മുമ്പ് പ്രസവിച്ച അമ്മമാരെല്ലാം 8-10 മക്കളെ പ്രസവിച്ചു. എന്നാൽ അന്ന് താമസിച്ച വീടുകളൊക്കെ കൊച്ചു കുടിലുകളും കൊച്ചു വീടുകളുമാണ്. എന്നാൽ ഞാൻ പറയും 8
ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് രണ്ടും. എന്നാൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇവിടെ ഇത് അബ്രഹാമിലൂടെ ഇറങ്ങിത്തിരിച്ച ലോകത്ത് സമ്പന്നനായി മാറി. അബ്രഹാം സമ്പന്നനായി മാറി. എന്നാൽ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഇതാ ഇവരുടെ ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായി, അവിടെ ഒരു പ്രശ്നമുണ്ടാകാൻ തുടങ്ങുന്നു. അപ്പോൾ അബ്രഹാം പറയുകയാണ്, മകനെ, കനാനിലും ഫെലിസ്ത്യരും താമസിക്കുന്നു. നമ്മൾ തമ്മിൽ പിണക്കമുണ്ടായാൽ ദൈവനാമം ഇവിടെ ദൂഷിക്കപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ ഇഷ്ടമുള്ളതെടുത്തോ. ദൈവത്തെ ഓർക്കുക, അബ്രഹാമിന്റെ ദൈവസ്നേഹം ഇതാണ്. നീ തെരഞ്ഞെടുത്തോ, ചോയ്സ് നിനക്ക് എന്തെങ്കിലും. നീ ഇഷ്ടമുള്ളതെടുത്തോ. നീ ഇടത്തോടെങ്കിൽ ഞാൻ വലത്തോട്ടെ, ഇനി നീ വലത്തോടെങ്കിൽ ഞാൻ ഇടത്തോട്ടെ. ദൈവത്തെ ഇതാണ് ദൈവസ്നേഹം വെളിപ്പെടുത്തിയത്. അങ്ങനെ നമുക്കറിയാം, ലോകത്ത് ഏറ്റവും നീരോട്ടുള്ള സ്ഥലം എടുത്തു. അങ്ങനെ ഏറ്റവും നല്ല സ്ഥലം തെരഞ്ഞെടുത്തെങ്കിലും അബ്രഹാം ഒന്നും പറഞ്ഞില്ല. എന്നാൽ നിങ്ങൾ വായിക്കേണ്ടത് 14-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാം ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്നു. ഓർക്കുക, ദൈവം സ്വർഗത്തിലാണ് വസിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന് ഇരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഇറങ്ങി വന്നിട്ട് അബ്രഹാമിനോട് പറയും, അബ്രഹാമേ, നീ നോക്ക്, എങ്ങോട്ട്? കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും എല്ലാം നോക്ക്. നിനക്കും നിന്റെ സന്തതിക്കും ഇത് ശാശ്വതമായി വരും. എങ്ങനെയെങ്കിലും പണിക്കാരൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും സഹോദരങ്ങളോട് പകവെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഇതാ 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ അവിടുന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായം 8-ാമത്തെ 9-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും നിങ്ങൾ സഹോദരനോട് പകവെച്ചാൽ നിങ്ങൾ ഇതിനാണ് ഇരുട്ടിൽ തന്നെ ഇരിക്കുന്നു. വീണ്ടും 1 യോഹന്നാൻ 4:20 പറയുന്നു, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നിങ്ങൾ സഹോദരനോട് പകവെച്ചാൽ നിങ്ങൾ കള്ളനാകുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവരെ എങ്ങനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? ദൈവത്തെ സ്നേഹിക്കുന്നവരെല്ലാം സഹോദരനെ സ്നേഹിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും പങ്കുവെച്ച് നമ്മുടെ എത്രയോ ജീവിതങ്ങൾ ഒരു സെന്റിന് വേണ്ടി, ഒരു തേക്കിന് വേണ്ടി, അല്പ സ്ഥലത്തിന് വേണ്ടി എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങൾ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ തമ്പുരാൻ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ധാരാളം വരുമ്പോൾ, ഉയർപ്പിക്കപ്പെടുമ്പോൾ, മത്തായി സുവിശേഷം 5:24 പറയുന്നു, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് എന്തെങ്കിലും നീ പോയി വലിയ അവനോട് നിരന്നിട്ട് വന്നിട്ട് ഇതാ നീ ശരിയാക്കുക. അങ്ങനെയെങ്കിൽ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തോടുള്ള കൂട്ടായ്മ എങ്ങനെയുണ്ട് ഇന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. ദൈവത്തോടുള്ള കൂട്ടായ്മ ഉള്ളവന് മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ കഴിയുള്ളൂ. ദൈവസ്നേഹമുള്ളവന് മാത്രമേ ക്ഷമിക്കാൻ കഴിയുള്ളൂ. ദൈവസ്നേഹമുള്ളവർക്ക് മാത്രമേ സഹിക്കാൻ കഴിയുള്ളൂ. ദൈവപ്പെട്ടവരെ, ഇങ്ങനെയെങ്കിലും നമ്മെ തന്നെ ദൈവസ്നേഹത്തിനായി, ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ കേട്ടവർ